ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വഴുതനങ്ങ കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വഴുതനങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വഴുതനങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചാനലിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തിക്കായിട്ട് എടുക്കണ്ട, കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്തോളൂ. എന്ന് കരുതി തീരെ നൈസാക്കാൻ വേണ്ട കേട്ടോ. കുറച്ച് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. കുറച്ച് ചെറിയ വഴുതനങ്ങ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ്. നല്ലപോലെ അതിലൊന്ന് വഴറ്റി ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേനും എന്താ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി ഒരുപാടങ്ങ് സോഫ്റ്റ് ആവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒന്ന് സോഫ്റ്റായി വരണം, കളറൊന്ന് ചേഞ്ച് ആവണം, അത്രയേ ഉള്ളൂ. ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളക് കൂടി, ഒരു വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോള കനം കുറച്ച് അരിഞ്ഞാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി സവോളയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോള അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ, അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് വഴറ്റിയെടുത്തോളൂ. നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1 വെളുത്തുള്ളിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നല്ലപോലെ ചതച്ച് പേസ്റ്റാക്കിയിട്ട് അതും 1 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഒരുപാട് ചേർക്കരുത്, ഒരെണ്ണം മതിയാവും. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, ഒരു ചെറിയ വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തത്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു ഫ്ലേവറൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് മീഡിയം ടൈപ്പ് ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കുക. ഒരുപാടങ്ങ് വലുതാവരുത് കേട്ടോ, ചെറിയൊരു തക്കാളി എടുത്താൽ മതി. നല്ല പഴുത്ത തക്കാളി എടുക്കണം. നല്ല ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന പോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോളയും തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായി നല്ലപോലെ വഴണ്ട് വരണം കേട്ടോ, അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ഉണ്ട് കേട്ടോ, അതെന്താണെന്ന് പറഞ്ഞുതരാം. അതാണ് ശരിക്കും നമ്മുടെ കറിയുടെ ഒരു സ്വാദ്. അപ്പോൾ നല്ലപോലെ വഴറ്റിയെടുക്കാം. വഴുതനങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വെജിറ്റബിളാണ് കേട്ടോ വഴുതനങ്ങ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് വെറുതെ ഫ്രൈ ചെയ്തെടുത്താലും നല്ലതാണ് കേട്ടോ, നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടി, നമ്മളൊരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർക്കുക, കാരണം പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കാരണം എരിവ് പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ, അപ്പോൾ കൂടിപ്പോണ്ട. അപ്പോൾ ആ മുളക് പൊടി ചേർത്ത് മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ആ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന, അതായത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മളിതിനകത്തേക്ക് ചെയ്യുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു 1.5 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. ഈ വഴുതനങ്ങ ചേർത്ത് ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ പുളിവെള്ളം ഇതിനകത്തേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുക. ഒരു 1.5 ഗ്ലാസ്സോളം വരും കേട്ടോ. അത് നല്ലപോലെ ഇനി ഒന്ന് തിളയ്ക്കട്ടെ. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്താൽ മതി. നമ്മൾ പുളി ചേർക്കുന്നതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, തക്കാളി ഒരുപാട് വലിയ തക്കാളി ചേർക്കരുത്, ഒരു ചെറിയ തക്കാളി, അതും നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം കേട്ടോ. പുളി കൂടാതെ ശ്രദ്ധിക്കുക. ഒരുപാട് പുളി ഇഷ്ടമല്ലാത്തവർക്ക് പുളിവെള്ളത്തിൻ്റെ അളവൊന്ന് കുറയ്ക്കുക കേട്ടോ. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്ന് വേണം ഇത് നന്നായിട്ട് തിളയ്ക്കാനും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു സാധനം ചേർക്കുന്നുണ്ട്. അതാണ് ശരിക്കും നമുക്ക് ഈ ഒരു ടേസ്റ്റ്, ഈ കറിക്കൊരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ കപ്പലണ്ടി എന്നാണ് കേട്ടോ പറയുക, നമ്മുടെ പീനട്ടില്ലേ, ഇത് പാലക്കാടൊക്കെ കടല എന്നാണ് കേട്ടോ പറയുക. ഇത് റോസ്റ്റ് ചെയ്തതാണ്. ഒന്ന് റോസ്റ്റ് എടുക്കാം. എന്നിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് കൊണ്ടുവരാം. ഒരു പിടി എടുത്താൽ മതി.
നല്ല ഒരു പിടി എടുക്കുക, അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ അത്രയൊക്കെ മതിയാവും. നല്ലപോലെ പൊടിച്ചെടുക്കണം. പച്ചക്കപ്പലണ്ടി അല്ല, പച്ചക്കടല എടുക്കരുത്, റോസ്റ്റ് ചെയ്ത കടല തന്നെ എടുക്കുക. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടും. എന്നിട്ട് നമ്മുടെ ആ പുളിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ നല്ല ഫൈൻ പൗഡർ നല്ലപോലെ പൊടിക്കണം കേട്ടോ, തരിതരിപ്പൊന്നും ഉണ്ടാവരുത്. പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പലണ്ടിയുടെ ആ ഒരു പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് കുറുകുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തിക്കായിട്ടുണ്ട്. ഒരുപാടങ്ങ് തിക്കാവരുത്, എന്നാൽ ഒരുപാട് വെള്ളം പോലെ ആവരുത് കേട്ടോ, കറിക്ക് ആ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നോക്കുക, കുറച്ചുകൂടി വെള്ളം വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്കിത് കറക്റ്റാണ് കേട്ടോ, അര ഗ്ലാസ് വെള്ളം മതിയാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. തിളച്ചൊന്ന് എണ്ണ തെളിയണം, അത്രയേ ഉള്ളൂ. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുളി ചെക്ക് ചെയ്ത് നോക്കുക, പുളി ഓവറായിട്ട് പുളി ആവരുത്. ഓവർ പുളിയാണ്, കുറച്ച് പുളി മുന്നിട്ട് നിൽക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിക്കോളും. നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. ഒരു നുള്ളേ ചേർക്കാവൂ, ഒരുപാട് ചേർക്കരുത്, ഓപ്ഷണലാണ്. പക്ഷേ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ലപോലെ തിളക്കട്ടെ കേട്ടോ, തിളച്ച് എണ്ണ തെളിഞ്ഞ് വരണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വഴുതനങ്ങ കഴിക്കാത്തവർക്ക് പോലും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു പ്രത്യേക സ്വാദാണ് ഈ ഒരു കറിക്ക്. ഒരുവിധ ആൾക്കാർക്കൊന്നും വഴുതനങ്ങ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ ഒരുപാടങ്ങ് തിക്കാക്കരുത് കേട്ടോ. ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ തിക്കാക്കി വെക്കരുത്, ഒരുപാടങ്ങ് ലൂസാക്കാനും പാടില്ല. ഈ ഒരു രീതിയിലിരിക്കുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയൊക്കെ ഇതിന് ശരിക്കും നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ. കറിവേപ്പില ഇടേണ്ട ആവശ്യമില്ല, മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പീനട്ട് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക. പീനട്ടാണ് ശരിക്കും നമ്മുടെ ഈ ഒരു കറിക്ക് ആ ഒരു ഫ്ലേവറും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒക്കെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും അത് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.